ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് ഞങ്ങളുടെ ചേട്ടൻ ചേച്ചിക്ക് ഒരു സർപ്രൈസ് വിസിറ്റ് ചുമ്മാ ഒന്ന് പോയിട്ട് വരാമെന്ന് ഓർത്ത് പോയതാണ്. കാരണം ചേട്ടൻ്റെ പിറന്നാളാണ്. അപ്പോൾ ചേട്ടനൊരു കേക്കൊക്കെ വാങ്ങിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല കേക്ക് വാങ്ങിച്ചുകൊണ്ട് വരുമെന്ന്. അപ്പോൾ ഞങ്ങൾ ചേട്ടൻ്റെ ചേച്ചിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഒരു 20 മിനിറ്റേ ഉള്ളൂ ചേട്ടൻ്റെയും ചേച്ചിയുടെ അടുത്ത് ഞങ്ങളുടെ അടുത്തുനിന്ന്. അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മിക്കു ഇവിടെ എന്തോ കാഴ്ചയൊക്കെ കണ്ടിരിക്കുന്നു. മിക്കുവിനെ വിളിച്ചപ്പോൾ നോക്കുന്നുണ്ട്, എന്തോ കഴിച്ചുകൊണ്ടിരിക്കുക അവൻ. ഈ ചായ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൂസ് അങ്ങോട്ട് തിരിഞ്ഞ് അപ്പനോടൊന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ ഒന്ന് നോക്കി കൈയൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പൊന്നു അവിടെ ഇരിക്കുക, അവൾ മൊബൈലിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പൊന്നുവിനോടൊന്ന് നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കണമൊന്നുമില്ല. വന്നു അവൾ പതുക്കെ നോക്കി അവൻ കാണിക്കുന്ന പോലെ കൈയൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ചേട്ടൻ്റെയും ചേച്ചിയുടെ ഇതാണ് ഫ്ലാറ്റ്, ഇവിടെ എത്തി. അവർക്ക് കണ്ടതേ മനസ്സിലായി. അപ്പൂനും പൊന്നൂനും ടീച്ചർ പപ്പയുടെ ഫ്ലാറ്റാന്ന് പറഞ്ഞ് ഓടുക. അവരിവിടെ വന്നു കഴിഞ്ഞാൽ ഇറങ്ങിയ ഒരൊറ്റ ഓട്ടാണ്. അവിടെ പോയി കഥ തുറന്നു നിൽക്കാൻ പറഞ്ഞിട്ട് നിൽക്കുന്നില്ല. ഇച്ചായ മിക്കൂട്ടനെ എടുത്തു. ചെറിയൊരു കേക്ക് വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. ഞങ്ങളങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവർക്കിവിടെ ഓട്ടം ബഹളം ഇത് തന്നെ. ഇവിടെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് പ്രശ്നം. ഞങ്ങൾ അകത്തേക്ക് കയറി. കേക്ക് എൻ്റെ ഇതിലേക്ക് ഞാൻ പിടിച്ചോളാൻ പറഞ്ഞു. അവിടെ ചെന്ന് പൊന്നിനോട് കഥ കൊട്ടാൻ പറഞ്ഞു. പൊന്നു കഥ കൊട്ടി ഇങ്ങനെ കയറി പോന്നു. അപ്പോൾ ഇരുന്ന് വലിയാണ് കഥ കയ്യിലും. അപ്പോൾ ചേട്ടൻ പതുക്കെ കഥ തുറന്നു. ഞങ്ങളകത്ത് കയറിയപ്പോൾ ചേച്ചി അവിടെ ഉണ്ട്. ചേച്ചി എന്തൊക്കെയോ കണ്ടു. ചേച്ചിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. പൊന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ ചേച്ചിയുടെ റൂമിൽ കയറിയാൽ അവിടെ കാണുന്നതെല്ലാം പെറുക്കിയെടുക്കും. കഥ തുറക്കും, അലമാരി. പിന്നെ ഇനിയിപ്പോൾ കിച്ചണിലേക്ക് കയറി ചേച്ചി എന്തൊക്കെയോ പറയുന്നുണ്ട്. ചേച്ചി ഇവിടെ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വരുമെന്ന് അറിയത്തില്ല, പക്ഷേ ചേച്ചി പായസം ഉണ്ടാക്കി ചേട്ടൻ്റെ പിറന്നാൾ പ്രമാണിച്ച്. മിക്കുവിന് ഇതാണ് പരിപാടി. അവൻ അവിടെ വന്നാൽ ആ വെള്ളം തുറക്കും, കളയും. ഇത് തന്നെ. എല്ലാവരും ഇങ്ങോട്ട് പോകുന്നു, അടുക്കളയിലേക്ക് പോകുന്നു. ചേട്ടനോട് എന്തൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കേക്ക് മുറിച്ചു. എല്ലാവരും വട്ടത്തിൽ ഇരിപ്പുണ്ട്. അപ്പൂസ് അനങ്ങാതെ ഇവിടെ ഇരിപ്പുണ്ട്. ഹാപ്പി ബർത്ത്ഡേ പറയാൻ പറഞ്ഞപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടീച്ചർ പപ്പ എന്ന് പറഞ്ഞു. അങ്ങനെ കേക്ക് മുറിച്ച് മിക്കൂട്ടനും പൊന്നും നോക്കി നിൽക്കുക. ചേട്ടൻ അതിനിടയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. കേക്ക് മുറിച്ച് ചേട്ടനോട് പറഞ്ഞു ഓരോരുത്തർക്കും കൊടുക്കാൻ പറഞ്ഞു. ചേച്ചിയോട് ഒന്നെടുത്ത് വായ വെച്ച് കൊടുക്കാൻ പറഞ്ഞ്. പൊന്നിപ്പം അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന പോലെയാണ്, അതിൻ്റെ കീഴെ പോയിരിക്കുക. കേക്കൊക്കെ നല്ലൊരു പിസ്തായുടെ ഒരു കേക്കായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അൽതസ്മ ബേക്കറിയിൽ നിന്ന് മേടിച്ചായിരുന്നു. അൽതസ്മ അവിടുത്തെ കേക്കും സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. കട്ട്ലറ്റ് ഒക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പൂസിനപ്പം അതിൻ്റെ കൂടെ എന്തോ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, അത് വേണം. എല്ലാവരും അതിൻ്റെ അകത്തെ പിടുത്തം തുടങ്ങി. മിക്കൂട്ടൻ ആദ്യം ആ ചെറി എടുക്കാനാണ് ശ്രമിച്ചത്, പക്ഷെ കിട്ടിയില്ല. കിട്ടി. മിക്കു അതെടുത്തു. അങ്ങനെ ചേട്ടൻ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. കേക്ക് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ടായിരുന്നു. ചേച്ചി ഫുഡ് വാങ്ങിച്ച ചിക്കനും ബീഫും പൊറോട്ടയും ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചിയുടെ പായസം, അതും കഴിച്ചു ഞങ്ങൾ. എന്നിട്ട് അവസാനം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ബൈയൊക്കെ പറഞ്ഞ് തിരിച്ചു പോന്നു. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. മിക്കു അന്നേരം മുകളിൽ കയറി പോകാനിറങ്ങിയപ്പം അപ്പൂൻ്റെ ഒരു സ്പ്രൈറ്റ് ഇരിപ്പുണ്ട്. അവൻ്റെ ഭയങ്കര ഫേവറേറ്റാണ് സ്പ്രൈറ്റ്. അത് വേണമെന്നും പറഞ്ഞു. ഭയങ്കര തണുപ്പാണ്. ഞാൻ പിന്നെ തണുപ്പ് കുറയാനായിട്ട് കൈ പിടിച്ച് കൊടുത്തിരിക്കുകയാണ്, തുറക്കല്ലെന്നും പറഞ്ഞു. മിക്കൂട്ടന് ചേട്ടനും ചേച്ചിക്കും ടാറ്റയും ബൈയൊക്കെ പറഞ്ഞ് ചേച്ചിക്ക് ടാറ്റയൊക്കെ കൊടുത്തു. ഞങ്ങൾ തിരിച്ചു പോന്നു. അവർക്കിങ്ങനെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ വഴിയാണ്. നോക്കാൻ പറഞ്ഞതൊന്നും നോക്കുമൊന്നുമില്ല, അങ്ങനെ അങ്ങ് പൊക്കോളും. 3 പേരോടെ പോയി. ചേട്ടനും ചേച്ചിക്ക് സർപ്രൈസ് കൊടുത്തതിൻ്റെ സന്തോഷമാണ്. അങ്ങനെ ഈ വ്ളോഗ് ഇവിടെ കണ്ട് തീർന്നു. ബൈ.